ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. എല്ലാവരെ പോലെയും തന്നെ എനിക്കും എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ്. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ആ ഡേ. പക്ഷേ എനിക്ക് ഇന്നത്തെ ബർത്ത്ഡേ കുറച്ച് ഹാപ്പിനെസ് കുറവാണ്. കാരണം അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബർത്ത്ഡേ വരുമ്പോഴത്തേക്ക് എണ്ണിയിരിക്കും. ഇപ്പോൾ മക്കളൊക്കെ വന്നതുള്ളതുകൊണ്ട് അവരുടെ കാര്യം നോക്കുന്നതുള്ളതുകൊണ്ട് ഞാനതങ്ങ് മറന്നു പോയെന്നല്ല, അങ്ങനെ കൊതിയോടെ കാത്തിരുന്നില്ല. എന്നാലും ആ ഡേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിരിക്കും ഇന്ന് കാണുന്നത്. അപ്പോഴത്തേക്ക് നമുക്കത് കാണാം. ഉച്ചയായപ്പോഴത്തേക്ക് എൻ്റെ ജോസഫേട്ടൻ വന്നു. കയ്യിലിരിക്കുന്നത് എനിക്കുള്ള ഗിഫ്റ്റാണ് ഗായ്സ്. എനിക്ക് ഡ്രസ്സ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ജോസഫേട്ടൻ പറഞ്ഞായിരുന്നു ഞാൻ പിങ്ക് കളർ ഡ്രസ്സ് തപ്പി അതേ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞാണ് പിങ്ക് കളറാണ് എടുത്തിട്ട് വന്നത്. ഇത് മോന് അപ്പം വന്നപ്പോഴത്തേക്കും അവൻ പിന്നെ ഭയങ്കര ചെല്ലം കാണിപ്പോയി. അവൻ്റെ പപ്പയെ കണ്ടപ്പോഴത്തേക്കും അതാണിത്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയ ഫുഡാണ്. ബിരിയാണി, ചിക്കൻ, പിന്നെ അച്ചാർ, സാലഡ്, പപ്പടം, സലാഡ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. നമ്മളിവിടെ സലാഡെന്നൊക്കെ പറയും. ഓക്കെ, ഫുഡിൻ്റെ ഇടത്തിലേക്ക് പിന്നെ വരാൻ. അപ്പം നമ്മളിത് ആദ്യം മോളും അപ്പോഴത്തേക്ക് എഴുന്നേറ്റു. അപ്പോൾ ഉച്ചയ്ക്ക് അവർക്കുള്ള ഫുഡ് കൊടുത്തതിന് ശേഷം നമുക്ക് കഴിക്കാമെന്ന് കരുതി. ഇല്ലെങ്കിൽ ആകെ അലുമ്പാവും. പിന്നെ ഇവൻ്റെ പപ്പയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരെടുത്തും പോവില്ല. പിന്നെ പപ്പയായിട്ടുള്ള ചെല്ലം കൊഞ്ചൽ അറിയാമല്ലോ, അതൊക്കെയായിരുന്നു. ഞങ്ങൾ പിന്നെ കഴിക്കാനായിട്ടിരുന്നു. സത്യം പറയാമല്ലോ, ഞാൻ എന്നെക്കുറിച്ച് പുകഴ്ത്തടിക്കുന്നതല്ല. ഞാൻ വെക്കുന്ന ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എത്ര വലിയ ഹോട്ടലിൽ നിന്ന് കഴിച്ചിരുന്നാലും ഞാൻ കഴിക്കും. ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രാന്താണ്, ഭയങ്കര കൊതിയാണ്. കൊതിച്ച് പണ്ടാരാൻ വേണ്ടി ബിരിയാണിയിൽ ഞാൻ കമിഴ്ന്ന് വീഴും. അത് എന്നെ അറിയുന്നത് മിക്കവർക്കും അറിയാം. എന്നെ പോലെ തന്നെ എൻ്റെ ജോസഫേട്ടന് ഞാൻ വെക്കുന്ന ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ജോസഫേട്ടനും പുറത്തുനിന്ന് എത്ര ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതിനെയും കാട്ടിയും എന്നെ പോലെ തന്നെ ഞാൻ വെക്കുന്ന ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴെങ്കിലും എന്ത് റെസിപ്പി ഒരുപാട് ഇടാം കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അപ്പനും മോനും കൂടെ അവിടെ ഇരുന്ന് ഭയങ്കര കളിയായിരുന്നു. പിന്നെ വൈകിട്ട് കേക്ക് എടുക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ കരുതി വൈകിട്ട് പിള്ളേർക്കുള്ള കുറുക്കും കൂടെ കൊടുത്തിട്ട് പോകാമെന്ന് കരുതി അങ്ങനെ കുറുക്ക് കൊടുക്കുന്ന വീഡിയോ ആണ് ഇത്. അപ്പോഴത്തേക്കും കേക്ക് വന്നു. ഇത് ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ്. വലിയ ഗ്രാൻഡ് അങ്ങനെ ആഘോഷമൊന്നുമില്ല. അപ്പം എൻ്റെ ചേച്ചിയും ചേട്ടനും അവരുടെ മക്കൾ അമ്മാൻ്റി റോസും വന്നിട്ടുണ്ട്. അപ്പുറത്തേക്ക് ഇതൊന്ന് മിത്തൂട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ചോച്ചപ്പൻ. അപ്പോൾ ഇതാണ് എനിക്ക് ജോസഫേട്ടൻ എടുത്തുകൊണ്ട് വന്ന ഡ്രസ്സ്. പിന്നെ പഴയ പോലെയൊന്നുമല്ല. ഇതിപ്പം ദേവു തേനു കൊണ്ട് ചേട്ടൻ്റെ മക്കളാണ്. ഈ സമയത്ത് ഞാൻ കല്യാണിയും കങ്കുണിയും ഞാൻ മിസ് ചെയ്യുന്നുണ്ട് ഗായ്സ്. അപ്പോൾ നേരത്തെ പറഞ്ഞു തന്ന കാര്യം എന്ന് പറയണത്, എനിക്ക് എൻ്റെ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഭയങ്കര വിഷമമാണ്. ഇത്രയും പൊണ്ണത്തടി വെച്ചു ഗൈസ്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെയായിപ്പോയി, ഒരു ഭൂതം കണക്കായിപ്പോയി. ഇതെൻ്റെ പപ്പയും അമ്മയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബാക്കി വീഡിയോയുമായിട്ട് പിന്നെ വരാം. ബൈ.